നമസ്കാരം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ട് അവഗണിക്കപ്പെട്ടുപോയെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മളെ ആരും കാണുന്നില്ല, നമ്മുടെ കഴിവിന് ആരും ഒരു വിലയും തരുന്നില്ല എന്നൊക്കെ തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവീകമായൊരു കാഴ്ചപ്പാട് എങ്ങനെയാണ് നമുക്ക് പ്രത്യാശ നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരുപക്ഷേ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും അല്ലേ? കുടുംബത്തിലായാലും ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും സമൂഹത്തിലായാലും നമ്മൾ നമ്മുടെ 100% കൊടുക്കുന്നുണ്ടാകും. എന്നിട്ടും അവസാനം നോക്കുമ്പോൾ ആരും നമ്മളെ പരിഗണിക്കുന്നില്ല, നമ്മുടെ സ്ഥാനത്തേക്ക് വേറെ ആരെങ്കിലുമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആ ഒരു തോന്നലുണ്ടല്ലോ, അത് സഹിക്കാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷേ ഈ വേദനയുടെ എല്ലാം നടുവില് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു വാഗ്ദാനമുണ്ട്. ഈ ലോകത്തില് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ നമ്മുടെ അപ്പനും അമ്മയും പോലും നമ്മളെ കൈവിട്ടെന്ന് വരാം. പക്ഷെ അപ്പോഴും നമ്മളെ ചേർത്തുകൊള്ളാൻ ഒരാളുണ്ട് എന്ന ഉറപ്പാണ് ഈ വചനം തരുന്നത്. ഇത് വെറുമൊരു വാക്കല്ല, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയത്തിന്റെ അടിത്തറയാണ്. ഈയൊരു ആശയം ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് ദാവീദിന്റെ ജീവിതത്തിലേക്കൊന്നു നോക്കാം. സ്വന്തം കുടുംബം പോലും മറന്നുപോയ, എന്നാൽ ദൈവം തെരഞ്ഞെടുത്ത ഒരാളുടെ കഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വീട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുകയാണ്. ഒരു പ്രവാചകൻ വന്നിരിക്കുകയാണ്. വെറുതെയല്ല, അടുത്ത രാജാവിനെ കണ്ടെത്താനാണ് ആ വരവ്. ആ സമയത്ത് ഈശായ് തന്റെ എല്ലാ മക്കളെയും വിളിച്ചുകൂടി, ഒരാളൊഴികെ. ഏറ്റവും ഇളയവനായ ദാവീദിനെ ആരും ഓർത്തതുപോലുമില്ല. അവനോട് ആടുകളെ മേയ്ക്കാൻ പറഞ്ഞയച്ചിരിക്കുകയാണ്. ഇതൊരു സാധാരണ മറവിയല്ല. ആ വലിയ കാര്യത്തിന്, ആ തിരഞ്ഞെടുപ്പിന് ദാവീദ് യോഗ്യനല്ല എന്നൊരു ചിന്ത അതിന്റെ പിന്നിലുണ്ട്. സ്വന്തം അപ്പന്റെ കണ്ണിൽ പോലും അവൻ ആ സ്ഥാനത്തിന് അപ്രസക്തനായിരുന്നു. ഒരുപക്ഷേ തിരസ്കാരത്തിന്റെ ഏറ്റവും വലിയ വേദന ഇതായിരിക്കും. പക്ഷേ ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ എവിടെ അവസാനിക്കുന്നു, അവിടെയാണ് ദൈവത്തിന്റെ കാഴ്ചപ്പാട് തുടങ്ങുന്നത്. മനുഷ്യൻ കാണാത്തൊരു സത്യം ദൈവം കാണുന്നുണ്ടായിരുന്നു. ഇതൊരു വളരെ പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. നമ്മൾ മനുഷ്യരെപ്പോഴും പുറമേയുള്ള കാര്യങ്ങൾ നോക്കിയാണ് വിലയിടുന്നത്, അല്ലേ? സൗന്ദര്യം, ഉയരം, സമൂഹത്തിലെ സ്ഥാനം, ഇതൊക്കെയാണ് നമ്മുടെ അളവുകോല്. എന്നാൽ ദൈവം നോക്കുന്നത് അതൊന്നുമല്ല. അവിടുന്ന് നേരെ നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ആരും കാണാതെ ആ വയലിൽ ആടുകളെ വിശ്വസ്തയോടെ നോക്കിയ ദാവീദിന്റെ ആ ഹൃദയം ദൈവം കണ്ടു. അപ്പോ എന്തുകൊണ്ടാണ് ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തത്? അതിന്റെ കൃത്യമായ ഉത്തരം ഈ വാക്യത്തിലുണ്ട്. ഈശായുടെ മറ്റു മക്കളൊക്കെ കാഴ്ചയിൽ വളരെ യോഗ്യരായിരുന്നു, പക്ഷെ അവരുടെ ഹൃദയം ദൈവത്തിന്റെ പദ്ധതിക്ക് ചേർന്നതായിരുന്നില്ല. എന്നാൽ ആരും ഗണിക്കാത്ത ദാവീദിന്റെ ഹൃദയത്തിൽ ദൈവം ഒരു രാജാവിനെയാണ് കണ്ടത്. അപ്പൊ നമ്മൾ ഒറ്റപ്പെട്ടുപോയി, നമ്മളെല്ലാവരും അവഗണിച്ചു എന്നൊക്കെ തോന്നുന്ന ആ സമയമുണ്ടല്ലോ, അതൊരുപക്ഷേ ഒരു ശിക്ഷയായിരിക്കില്ല, അതൊരു തയ്യാറെടുപ്പായിരിക്കാം. ദാവീദ് ആടുകളെ മേയിച്ച ആ കാലം ഒട്ടും വെറുതെയായിരുന്നില്ല. സിംഹത്തിൽ നിന്നും കരടിയിൽ നിന്നും തന്റെ ആടുകളെ രക്ഷിച്ചതിലൂടെ ഒരു ജനത്തെ മുഴുവൻ എങ്ങനെ സംരക്ഷിക്കണമെന്ന് അവൻ പഠിക്കുകയായിരുന്നു. ആരും കാണാതിരുന്ന ആ കാലം ദൈവം അവനെ ഒരു രാജ്യത്തിന്റെ രാജാവാകാൻ പരിശീലിപ്പിക്കുകയായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ദാവീദിന്റെ കഥയിലെ ഏറ്റവും നാടകീയമായ, ഏറ്റവും വഴിതിരിവായ ആ ഒരു നിമിഷമാണ്. തിരസ്കാരത്തിന്റെ പടുകുഴിയിൽ നിന്ന് അംഗീകാരത്തിന്റെ കൊടുമുടിയിലേക്ക് ദൈവം ഒരാളെ എങ്ങനെയാണ് ഉയർത്തുന്നത് എന്ന് നമുക്ക് കാണാം. ശമൂവേൽ പ്രവാചകൻ ഇശായിയുടെ 7 മക്കളെയും കണ്ടു. പക്ഷേ ദൈവം തിരഞ്ഞെടുത്തയാൾ അവരിൽ ആരുമില്ലെന്ന് അദ്ദേഹത്തിനും മനസ്സിലായി. അപ്പോഴാണ് ആ നിർണായകമായ ചോദ്യം വരുന്നത്. ഇത്രയേ ഉള്ളൂ മക്കൾ, ഇനിയും ആരെങ്കിലും ബാക്കിയുണ്ടോ? ദൈവികമായ തിരഞ്ഞെടുപ്പ് അവിടെ പൂർത്തിയായിട്ടില്ല. ഈശായുടെ മറുപടി ഒന്ന് ശ്രദ്ധിക്കണം. അതിലൊരു നിസ്സാര ഭാവമുണ്ട്. ഓ, ഒരാൾ കൂടിയുണ്ട്, ഏറ്റവും ഇളയവൻ, അവൻ ആടുകളെ മേയ്ക്കുകയാണ്. ഇപ്പോഴും ദാവീദിന്റെ പ്രാധാന്യം ആ പിതാവിന് മനസ്സിലായിട്ടില്ല. ഇതാണ് ആ ദൈവിക പ്രഖ്യാപനം. ആ ഒരൊറ്റ വാചകം മതിയായിരുന്നു കഥയുടെ ഗതി മാറ്റാൻ. മറന്നുപോയ ആ ഒരാൾക്ക് വേണ്ടി ഒരു വിരുന്ന് മുഴുവൻ കാത്തിരിക്കണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. അവഗണിക്കപ്പെട്ടവൻ വരാതെ ആ ആഘോഷം തുടങ്ങാൻ പറ്റില്ല. ലോകം മുഴുവൻ അവനുവേണ്ടി കാത്തുനിൽക്കണം. ശമൂവേലിന്റെ ഈ വാക്കുകളുടെ അർത്ഥം എന്താണെന്നറിയോ? ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥാനം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനം നിങ്ങൾക്കായി കാത്തിരിക്കും. മനുഷ്യർക്ക് നിങ്ങളെ ആ ലിസ്റ്റിൽ നിന്ന് വെട്ടിമാറ്റാൻ ശ്രമിക്കാം, പക്ഷേ ദൈവം ആ ലിസ്റ്റ് തന്നെ നിർത്തിവെക്കും, നിങ്ങൾ വരുന്നതുവരെ. ഇത് ദാവീദിന്റെ മാത്രം കഥയല്ല. അവഗണിക്കപ്പെട്ടവരെയും താഴ്ത്തപ്പെട്ടവരെയും ഉയർത്തുന്നത് ദൈവത്തിന്റെ ഒരു രീതിയാണ്. ബൈബിളിലുടനീളം നമുക്കിത് കാണാൻ സാധിക്കും. സഹോദരന്മാർ കിണറ്റിലെരിഞ്ഞ യോസെഫ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായി മാറുന്നു. സ്വന്തം ആളുകളാൽ തിരസ്കരിക്കപ്പെട്ട് മരുഭൂമിയിൽ ഒളിച്ചുപാർത്ത മോശെ ഒരു വലിയ ജനതയെ നയിക്കുന്നവനായി.
ഈ ശക്തമായ ഉദാഹരണങ്ങൾ ഒരേയൊരു കാര്യം വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുന്നു: ദൈവം മറക്കപ്പെട്ടവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന അവഗണനയെ ഒരു പുതിയ രീതിയിൽ കാണാൻ ശ്രമിക്കുക. ഒരുപക്ഷെ നിങ്ങൾ മറക്കപ്പെട്ടവനല്ല, മറിച്ച് ഒരു വലിയ കാര്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ലോകം നിങ്ങളെ കാണാത്ത ഈ സമയത്ത് ദൈവം നിങ്ങളെ ഒരുക്കുകയായിരിക്കാം. അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം നമുക്ക് ഒന്നുകൂടി ഹൃദയത്തിൽ ഉറപ്പിക്കാം. മനുഷ്യർ നിങ്ങളെ മറന്നേക്കാം, അവർ ഒരുപക്ഷെ നിങ്ങളെ വിരുന്നിന് വിളിക്കാതെ ഒഴിവാക്കിയേക്കാം. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ദൈവം നിങ്ങൾക്കായി ഒരുക്കിയ വിരുന്ന് നിങ്ങൾ വരാതെ തുടങ്ങില്ല. ആ അനുഗ്രഹം, ആ സ്ഥാനം, ആ നിയോഗം, അതെല്ലാം നിങ്ങൾക്കായി കാത്തിരിക്കും. കാരണം ദൈവം മറന്നവരെയാണ് ഓർക്കുന്നതും വിളിക്കുന്നതും ഉയർത്തുന്നതും.